ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം ഇപ്പൊ എന്താ കോമഡിയാണ്. ഇപ്പൊ നമ്മളൊരു കമ്പനിക്കാരൻ വിളിച്ചാണ്ട് പറയുന്നത് വെച്ചാല് നാട്ടിൽ പോയി, പ്രവാസിയാണ്, നാട്ടിൽ പോയി കല്യാണം ശരിയില്ല. അപ്പൊ കോമഡി എന്താ ചോദിച്ചു നോക്കിയപ്പോ പെൺകുട്ടിക്ക് 10-25 വയസ്സ് കഴിഞ്ഞാലും വേണ്ട. പെൺകുട്ടികളെ 26 വയസ്സ് ആയ ഏജോറായി. പിന്നെ കുട്ടികൾക്ക് വേണ്ടവരെ. അപ്പൊ ഇപ്പത്തെ ചെക്കന്മാരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ആരെ കണ്ടു വെച്ചിട്ടുണ്ടെന്നെ വേറെ എന്ത് അത്രേ ഉള്ളൂ. അവളൊന്നും പറയണില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിപ്പോ പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ. ഞങ്ങള് രണ്ടാള് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളത് കഴിഞ്ഞതാണ്. ഇപ്പുറത്തെ ഒരാൾ ചെറുതായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആലോചിച്ച് നിൽക്കട്ടെ, കിട്ടാൻ വേണ്ടി തീർക്കുക. ചെക്കന്മാര് സാറാണ്, കംപ്ലൈന്റ് ഇല്ല. ഉദാഹരണത്തിന് പറയണ നമ്മളതാ യുവ തഫ്സീർ തന്നെ. മാഷാ അല്ലാഹ്. ഇപ്പൊ ഏത് കല്യാണം ഉണ്ടെങ്കിൽ ഇതില് കമന്റ് ചെയ്യട്ടോ. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഔട്ട് ഓഫ് കൺട്രി, അതായത് ഔട്ട് ഓഫ് ഡിസ്ട്രിക്ട് നമ്മൾ നോക്കണല്ലോ. മലപ്പുറത്ത് കുട്ടികൾ മതി. ഇപ്പൊ ഏതെ നല്ല കുട്ടികളുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. തഫ്സീറിന്റെ പേഴ്സണൽ നമ്പർ അടിയിൽ കമന്റ് ചെയ്യാം, കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ റെഡിയാക്കി തരുമോ? ഇനിയിപ്പോ സെറ്റ് ആക്കിയത് ഇനിയിപ്പോ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോവാ. ഇനി വേറെ സെറ്റ് ആക്കാൻ പോവാതൊക്കെ അത് വേറെ വശം. അതിന് പറ്റി ഞങ്ങള് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഇടുന്നതാണ്. അത് ഞങ്ങള് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അത് നമുക്ക് ഈ ചെറിയൊരു വീഡിയോയിൽ നടക്കൂല. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് വേറെ വശം ഉണ്ടായില്ലേ, പെണ്ണ് കിട്ടിയാൽ കല്യാണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പൈസ ആയിട്ട് കാര്യമില്ല. പൈസ കൊടുത്തേ ശരി, പെണ്ണ് കിട്ടേണ്ടി. അത് ശരിയാണ്. ഞാൻ പറഞ്ഞ എല്ലാ കല്യാണം ഉണ്ടാക്കിയത് എന്താ വെച്ചാല് ഒരു വശമാണല്ലോ, രണ്ടൊരു വശം തന്നെയാണ്. രണ്ടും വേണം, രണ്ടും ഇല്ലെങ്കിലും. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നങ്ങള്. ഇനിയും കുറെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. അപ്പൊ ഞങ്ങൾ അമർത്താനും മറക്കണ്ട. മറക്കണ്ട. ഡെയിലി ബ്ലോഗ് നോക്കാനും മറക്കണ്ട.